ഇന്ന് പത്രവിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പം VS സനോജ് ഉണ്ട്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? മൊത്തത്തിൽ സ്വർണത്തിലാണോ ചെമ്പിലാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ മൊത്തം പാളിയിരിക്കുകയാണ് കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം, അവിടുത്തെ വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ആരാധനയുടെ ഭാഗമായി ആളുകൾ വലിയ രീതിയിൽ സംഭാവനയും ഒപ്പം അവർ തന്നെ ചാർത്തി കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയൊക്കെ വരുന്നത്. പക്ഷേ ഏതായാലും ഇപ്പം അത് ചെമ്പിൻ്റെ പാളിയാണ് അല്ലെങ്കിൽ അത് സ്വർണം പൂശിയതാണ്, അതിൽ സ്വർണ്ണമുണ്ടോ ചെമ്പാണോ എന്നൊക്കെയുള്ള വലിയ പ്രശ്നം നിലനിൽക്കുന്നു. അത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും വലിയ ഞെട്ടലുളവാക്കുന്നൊരു കാര്യം. അതിൻ്റെ വളരെ സമഗ്രമായ വാർത്തകളിൽ തന്നെയാണ് ഇന്ന് മലയാളം പത്രങ്ങളെല്ലാം പോയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ആളുകൾ, സാധാരണ മനുഷ്യരുടെ ഒരു വികാരം എന്ന് പറയുന്നത് ഒരുപാട് ആചാരപരമായ ശ്രദ്ധയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിക്രമങ്ങളുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വളരെ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന തരത്തിലേക്ക് ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നു അതിൻ്റെ അണിയറയിൽ എന്നുള്ളതൊരു വലിയ ആശങ്കയുളവാക്കുന്നൊരു കാര്യം കൂടിയാണ്. ഏതായാലും ആകെ പാളി എന്ന് മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ ആകെ പാളി എന്നാണ്. ശബരിമലയിലെ സ്വർണ്ണ വിവാദം, കൂടുതൽ ക്രമക്കേട് പുറത്ത് എന്ന് മനോരമ പറയുന്നു. ആകെ പാളി കാരണം 98-ൽ പൊതിഞ്ഞ സ്വർണം 2019-ൽ ചെമ്പ് മാത്രമായി മാറിയത് എങ്ങനെയെന്നുള്ളത് അവ്യക്തം. സ്വർണം പൂശാനായി എത്തിച്ചത് ചെമ്പ് പാളികളെന്ന് അതിൻ്റെ ഏജൻസി ചെന്നൈയിലെ ആ സ്ഥാപനം പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങളിൽ ഉൾപേജുകളിലെല്ലാം എല്ലാ പത്രങ്ങളിലും ഇത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. പാളിപ്പോയി പല വഴി എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നവീകരിച്ചെത്തിയത് പലയിടത്തും പ്രദർശിപ്പിച്ച ശേഷം അതാണ് മറ്റൊരു ഡെവലപ്മെൻറ്റ്. അതായത് ചെന്നൈയിൽ നടൻ ജയറാമിൻ്റെ വീട്ടിലും ഇളമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പ്രദർശനം എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ചെമ്പുപാളി, അതായത് ഇത് നവീകരിക്കാനും ഈ സ്വർണ്ണപ്പാളി പൂജിക്കുകയാണ്. അതായത് ഇത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അല്ലെങ്കിൽ സ്വർണം പൂശാൻ വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, പുള്ളിക്ക് പരിചയമുള്ള ബിസിനസ്സുകാരെയും സിനിമ നടനെയും ഒക്കെ വിളിച്ച് ഈ കാര്യം പറയുന്നു. ഇവരെല്ലാം പരമാവധി അവനവൻ്റെ വീട്ടിലേക്ക് ഐശ്വര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുന്നു. അതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. ഏതായാലും ഇത് ആളുകൾ വളരെ ആചാരപരമായ ശ്രദ്ധയോടെയൊക്കെ പോകുന്നൊരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം പ്രിവിലേജുകൾ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടെ അതിനെ കൂട്ടത്തിൽ നിന്ന് ചേർത്ത് വായിക്കണം. ഏതായാലും ചെമ്പുപാളികൾ എത്തിയെന്ന് ഈ ചെന്നൈയിലെ ഇത് എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ രീതിയിൽ ഒരു പ്രശ്നമായി വരുന്നു. ഒപ്പം ആ കാലത്തെ ഭരണസമിതി, ഒപ്പം തന്ത്രിമാരുടെ ഈ വിഷയത്തിലെ നിലപാടെന്ത്, ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ഉൾപേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ അന്വേഷണം എന്ന് മലയാള മനോരമയുടെ ഉൾപേജിലുണ്ട്. വെളിപ്പെടുത്തലിൻ്റെ ചെമ്പ് പുറത്ത് എന്ന് അവർ പറയുന്നു. ചെമ്പ് തെളിയുന്ന ഉത്തരങ്ങൾ എന്നുള്ള ഹെഡിങ് കൊടുത്തിരിക്കുന്നു. മല്യ കൊടുത്ത 5 കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി എന്നാണ് കൗമുദിയുടെ ഒന്നാം പേജിൻ്റെ തലക്കെട്ട്. അടിമുടി ചട്ടലംഘനം തരികിട എന്ന് കൗമുദി പറഞ്ഞിരിക്കുന്നു. ഒപ്പം മംഗളത്തിലേക്ക് വരുമ്പം ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേട് പോറ്റിയത് ആരൊക്കെ എന്ന് മംഗളം ചോദിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരുടെ അരുമയാണ്. 3 വർഷത്തിനിടെ 30 കോടിയുടെ ഭൂമി കച്ചവടം, ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനെത്തിച്ചത് ചെമ്പ് പാളികൾ എന്ന് പറയുന്നു. ഏതായാലും ഇത് ജന്മഭൂമി ഇതിനെ എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്നാണ് ജന്മഭൂമി പറയുന്നത്. പണം വാരിക്കോരി നൽകി പോറ്റിക്ക് ഉന്നത CPM ബന്ധം എന്നുകൂടെ ജന്മഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം വീക്ഷണം, സ്വർണം പാളി എന്ന വീക്ഷണം പറയുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, ദേവസ്വം ബോർഡിൻ്റെ പങ്ക് വെളിവാവുന്നു. അറ്റകുറ്റപ്പണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് തന്നെ, വമ്പടിച്ചത് ചെമ്പ് വെച്ച് എന്നാണ് സ്വർണ്ണപ്പാളിയിൽ വീക്ഷണത്തിൻ്റെ ആംഗിൾ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്വർണം എവിടെ എന്നാണ് മാധ്യമം
ചോദിക്കുന്നത് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി ഉത്തരമില്ലാതെ ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ കൊണ്ടുവന്ന കാര്യത്തിൽ അതിനകത്ത് ആരെന്ത് കട്ടാലും പിടികൂടുമെന്നുള്ള മന്ത്രി വി എൻ വാസവൻ്റെ പ്രതികരണം കൂടെ അവർ ചേർത്തിരിക്കുന്നു. ഒപ്പം സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള PS പ്രശാന്ത് പറഞ്ഞിരിക്കുന്ന കാര്യവും ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ ധാരാളമായി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉൾപേജുകളിലടക്കം വളരെ സമഗ്രമായി തന്നെ നൽകിയിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള മണിക്കൂറുകളിലും ഇത് ഒരു വലിയ വിവാദമായി അല്ലെങ്കിൽ വലിയ പ്രശ്നമായി ഇത് നിലനിൽക്കുമെന്നും നമുക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയാണ്. അതായത് വിജയ് TVKയുടെ കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതി സമീപിക്കുന്നു. പല ഹർജികൾ ഇന്നലെ പരിഗണിച്ചു. ഒന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി, മറ്റൊന്ന് TVKയുടെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ റാലികളുടെ കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ വേണമെന്നുള്ള ഹർജി. അങ്ങനെ പലതരത്തിൽ സംഭവിച്ചു. ഏതായാലും അതുപോലെ വിജയിനെ ഇതിലേക്ക് ഈ FIRൽ ഉൾപ്പെടുത്താത്തത് എന്താണ്, വിജയിനെതിരെ പ്രതി ചേർക്കാത്തത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് ഹർജി പോകുന്നു. ഏതായാലും അതിരൂക്ഷമായ ഭാഷയിൽ വിജയിനെ വിമർശിച്ചിരിക്കുന്നു. ദുരന്ത സ്ഥലത്ത് അണികളെ ഉപേക്ഷിച്ച് അപ്രത്യക്ഷനായി വിജയിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി. അദ്ദേഹം അവിടുത്തെ മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള സെന്തിൽകുമാർ വളരെ രൂക്ഷമായ വിമർശനമാണ്. കരൂരിനെ മറയാക്കി അതിൻ്റെ മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് കരൂർ മറയാക്കി TVKയുമായി അടുക്കാൻ BJP എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ഒന്ന് BJP അടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, മറ്റൊന്ന് ഇത് കുട്ടികളടക്കം മരിച്ചിട്ടും മുങ്ങി, ഇതാണോ നേതാവ് എന്ന് വിജയിനെ കുടഞ്ഞ മദ്രാസ് ഹൈക്കോടതി. യോഗത്തിന് ചട്ടം വരും, അനുമതിയില്ല അതുവരെ. അതായത് റാലികൾ നടത്തുന്നതിന് അനുമതി തൽക്കാലം ഇനി നൽകാൻ കഴിയില്ല. റാലികളിൽ ആളുകളെ ഈ രീതിയിലേക്കുള്ള സുരക്ഷയില്ലാതെ ഇത്തരത്തിലുള്ള വലിയ റാലികൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി പറയുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഈ കുട്ടികളും ഇവരെല്ലാം സ്ത്രീകളടക്കം മരിച്ചിട്ടും ഇതെന്ത് നേതാവാണ് എന്ന് കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചന്ദ്രികയും അതിനകത്ത് വളരെ വിശദമായി തന്നെ അത് വളരെ കൗതുകരമായി തന്നെ അവർ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചന്ദ്രികയുടെ ഉൾപേജിൽ കൊടുത്തിരിക്കുന്നത് വിജയിനെ കുടഞ്ഞ് കോടതി എന്നാണ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണത്തിനുള്ള ഹർജി തള്ളി. അത് മാത്രമല്ല, ഹൈക്കോടതി ഇന്നലെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. SITയെ ഫിക്സ് ചെയ്യാൻ ഉള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു. അത് SIT അന്വേഷണത്തിൽ ഉണ്ട്. മദ്രാസ് ഹൈക്കോടതി കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തം. ഒപ്പം വിജയിനെതിരെ DMKയുടെ പ്രതികരണം കൂടെ ഏതായാലും കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ കപ്പ് സിറപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കപ്പ് സിറപ്പ് നൽകരുത് എന്നുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു നിർദ്ദേശം. 2 വയസ്സ് വരെ ചുമമരുന്ന് നൽകരുത്. അത് ഈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ നിർദ്ദേശമാണ്. 5 വയസ്സിൽ താഴെയുള്ളവർക്കും മരുന്ന് പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. ആ വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ ഈ ഒരു ചികിത്സാ പിഴവിൻ്റെ വാർത്തയാണ്. അത് ചികിത്സാ പിഴവ്, ബാലികയുടെ വലത് കൈ മുറിച്ചു നീക്കി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയും ഇന്നത്തെ പത്രങ്ങളിൽ 1-ാം പേജിലുണ്ട്. ഒപ്പം എൻ്റെ കൈ എവിടെ അമ്മയെന്ന് പാലക്കാട് ജില്ലാശുപത്രിയിൽ ചികിത്സാ പിഴവ്, എല്ല് പൊട്ടലിന് ചികിത്സിച്ച 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് ആ വാർത്ത. അതൊരു വളരെ നമുക്ക് ഒക്കെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഒപ്പം ദേശാഭിമാനിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാലിനെ കേരളം ഇന്ന് ആദരിക്കും എന്നുള്ള ലാൽ സലാം എന്ന് പറയുന്ന പരിപാടി ഇന്ന് നടക്കാൻ പോകുന്നു. മറ്റൊന്ന് ഗാസയിൽ പുഞ്ചിരി വിടർത്തിയ കുടിനീർ ശ്രീരശ്മി പകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയുണ്ട്. അതായത് ഗാസയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഗസയിൽ വെള്ളവും ഭക്ഷണവും എത്തിച്ച് കായംകുളം സ്വദേശി ശ്രീരശ്മി എന്ന് പറയുന്ന അവരുടെ കുറിച്ച് മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം സ്പോർട്സ് പേജിലേക്ക് വന്നാൽ വളരെ KL രാഹുലിൻ്റെയും ധ്രുവ് ജുറൈലിനും രവീന്ദ്ര ജഡേജയുടെ സെഞ്ചുറി ആ വാർത്തയ്ക്ക് പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. 1-ാം ടെസ്റ്റിന് 2-ാം ദിനത്തിൽ ഇന്ത്യ 5-ന് 448. ഒപ്പം സഞ്ജു, അതായത് നമ്മുടെ സൂപ്പർ ലീഗ് കേരളയുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ
റോയ് കൃഷ്ണ ഗോളടിച്ചതിനെ കുറിച്ചുള്ള വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം കളി കാണാനെത്തിയ സഞ്ജു സാംസൺ, ആ സഞ്ജുവിൻ്റെ ചിത്രം സഹിതം സഞ്ജുവിൻ്റെ വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിൽ ഹിന്ദു പത്രത്തിലേക്ക് വന്നാൽ ഹിന്ദുവിൻ്റെ ഒന്നാം പേജിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് കരൂരുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനുള്ള വാർത്തയുണ്ട്. ഒപ്പം TJ ജോർജിൻ്റെ മരണം സംബന്ധിച്ച വാർത്ത കരൂരിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ അവരുടെ ഉൾപേജിൽ ഗ്രൗണ്ട് സീറോ എന്ന പേരിൽ ഇൻ കരൂർ വേർ ദർ വാസ് നോ വേ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നു. ഒപ്പം സൈനിക മേധാവികളുടെ ഒരു പ്രതികരണം ഇന്നലെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. IAF ചീഫും അതായത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രതികരണം, ഒപ്പം അമർപ്രീത് സിംഗിൻ്റെ പ്രതികരണം, അതായത് എയർ ചീഫ് മാർഷലിൻ്റെ പ്രതികരണം, പാകിസ്ഥാന് ഉണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അവർക്ക് ഏറ്റ തിരിച്ചടിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം അത് ഏതൊക്കെ തരത്തിൽ പാകിസ്ഥാനെ ബാധിച്ചു, മറ്റൊന്ന് ഇന്ത്യ ഏത് തരത്തിൽ അതിന് ആ ആക്രമണത്തിന് നേതൃത്വം നൽകി എന്നുള്ള കാര്യം ഇത് നേരത്തെ അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് എഗെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അവർ സുപ്രീം കോടതി, സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ജോധ്പൂർ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളില്ല. ഈ ലഡാക്കിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർ സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചു. വൈകിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന TJ ജോർജ് അന്തരിച്ച ഒരു ദിവസം കൂടിയാണ്. ഇന്നലെ വൈകുന്നേരമാണ് ആ വാർത്ത വന്നത്. അത് ഇന്നും പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ TJ ജോർജ് ഇനി ഓർമ്മ എന്നാണ്. അവർ ടോപ്പ് ലീഡായിട്ട് അത് നൽകിയിരിക്കുന്നു. മാതൃഭൂമിയും അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം വിട TJS എന്നാണ് മാതൃഭൂമി പറയുന്നത്. ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപർ, അതായത് 60കളിലെ വിദ്യാർത്ഥി കലാപം ബീഹാറിൽ റിപ്പോർട്ട് ചെയ്യവേ TJ ജോർജിനെ അന്നത്തെ SB സഹായ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജയിലിലടയ്ക്കുന്നു. ആ TJ ജോർജിനെ ഇറക്കാൻ വേണ്ടി പോകുന്നത് പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോനാണ്. അതാണ് ആ രീതിയിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഉൾപേജിൽ ഇന്ന് മലയാള മനോരമയിലും ഒപ്പം ദേശാഭിമാനിയുടെ ഉൾപേജിൽ വളരെ TJ ജോർജിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടുള്ള ഒരു കൗതുകകരമായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ സ്റ്റോറിയുണ്ട്. വാർത്തയുടെ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമയിൽ തോമസ് ജേക്കബ് എഴുതിയിരിക്കുന്നു. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മളെല്ലാം ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഉള്ളവരെല്ലാം ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസ് സ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യും. കാരണം ഇന്ത്യക്ക് പുറത്ത് അറിയപ്പെടുന്ന 2 മലയാളി പത്രപ്രവർത്തകരേ ഉള്ളൂ. അത് ഒന്ന് ബർമീസ് ക്യാബിനറ്റ് മുഴുവൻ വെടിയേറ്റ് മരിച്ചതടക്കം റോയിറ്റേഴ്സിൻ്റെ 2 ലോക സ്കൂപ്പുകളുടെ ഉടമയായ M ശിവറാമും മറ്റൊന്ന് TJ ജോർജുമാണ് എന്നാണ് പറയുന്നത്. ദേശാഭിമാനിയും അതിനെക്കുറിച്ച് വളരെ കൗതുകരമായി എഴുതിയിരിക്കുന്നു. ഏതായാലും ദ ഗ്രാൻഡ് എഡിറ്റർ എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. ഒരു തലമുറയുടെ ഒരു വലിയ അനുഭവ പാരമ്പര്യത്തിൻ്റെ ഉടമ ഏതായാലും ഇന്ത്യൻ മാധ്യമ ലോകത്ത് ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ ഒരു കുലപതി ഇവിടെ പറഞ്ഞിരിക്കുന്നു. അക്കാര്യത്തിൽ മലയാള മനോരമയും മാതൃഭൂമി ദേശാഭിമാനി അടക്കമുള്ള എല്ലാ പത്രങ്ങളും അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തെ ഓർത്തിരിക്കുന്നു. സേതു, ഞാൻ ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു.